ഗൈസ്, ദിനം പ്രതി ഓരോ ഏജൻസ് ആണ് നമ്മുടെ വേൾഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചാറ്റ് GPT കണ്ടു, ഇന്നിപ്പോ ഗ്രോക്ക് 4 വന്ന് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓരോ എയും നമ്മുടെ പലതരത്തിലുള്ള ജോബുകളെയാണ് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെയാണ് എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ടോമിട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയുടെ കമ്പനി ഗിഫ്റ്റൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക്, അല്ലെങ്കിൽ വെൽക്കം ടു എന്തും പറയാമിലേക്ക് ഗിഫ്റ്റിന് സ്വാഗതം. അപ്പോൾ ഗിഫ്റ്റൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങിയതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് ഗിഫ്റ്റിനോട് തന്നെ ചോദിച്ചറിയാം. ഹായ് ഓൾ, ജോഷ് പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ എന്റെ എഡ്യൂക്കേഷൻ ഇപ്പം ബിടെക് 1 year ബ്രേക്ക് എടുത്തിട്ടാണ് എന്റെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിന്റെ ടോമെട്രിക്സ് ടെക്നോളജീസ് എന്നാണ് എന്റെ ടെക് ഫേമിന്റെ പേര്. അതിൽ തന്നെ എഡ്യൂഫ്ലിക് AI എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു എഡ്യൂക്കേഷണൽ സ്റ്റാർട്ടപ്പും കൂടി ഉണ്ട്. ജോഷ് ചോദിച്ചൊരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, എന്തിന് ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്തു, എനിക്ക് ഇതിപ്പം ബിടെക് കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്താൽ പോരായിരുന്നോ? അപ്പൊ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം AI എത്രത്തോളമാണ് അഫക്ട് ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രിയിൽ. എന്തൊക്കെ ചേഞ്ചസ് എല്ലാ ഡേയിലും പുതിയ പുതിയ ടെക്നോളജീസ് എല്ലാ സെക്ടറിലും വരുന്നുണ്ട്. പെർട്ടിക്കുലർലി AI തന്നെ പല ടെക്നോളജീസ് ബിൽഡ് ആകുന്നു. സോ നമുക്കൊരു 2 years കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്സ് തുടങ്ങുന്ന AI ഏജൻസി ഉണ്ടാവും, നമുക്ക് അറിയത്തില്ല. സോ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉള്ള ഫ്യൂച്ചറിൽ എനിത്തിങ് വി ഹാവ് ടു ഡു എ ഡ്രീം ഓർ എനിത്തിങ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഇത്. സെർട്ടൻലി അതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ, നമുക്കിപ്പോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഓൾമോസ്റ്റ് അത് ഔട്ട്ഡേറ്റഡ് ആണ്. കാരണം ഒരു 2 years ഒക്കെ ബാക്കിലാണ് നമ്മുടെ കരിക്കുലംസ് എല്ലാം ഫോളോ ചെയ്തു വരുന്നത്. അപ്പോൾ ഇന്ന് വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു എയുടെ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കൺസേൺ കുട്ടികൾക്കുണ്ടാകാം. അവർ പഠിച്ചിറങ്ങുന്ന സമയത്ത് ജോലി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അതിന് നിങ്ങൾ പാരന്റ്സ് ആണെങ്കിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് അവർക്ക് എവിടെയൊക്കെ പോയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നോ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഇൻഡസ്ട്രിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ സ്വന്തമായിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഗിഫ്റ്റിനെ നമുക്ക് അതിന്റെ അകത്ത് അപ്രിഷിയേറ്റ് ചെയ്യാം. അതേപോലെ ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരട്ടെ. അപ്പൊ അതിൽ മാത്രമല്ല, ഇപ്പൊ ഗിഫ്റ്റൻ പറഞ്ഞതിനനുസരിച്ച് ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് വരുമ്പോ അത് ടീച്ചേഴ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കില്ലേ? എന്റെ അടുത്ത് പല ടീച്ചേഴ്സ് തന്നെ ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് ഇപ്പം ഞാൻ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ടീച്ചേഴ്സിന് എതിരായിട്ടാണോ ബിൽഡ് ചെയ്യുന്നത്, ടീച്ചേഴ്സിനെ ഇല്ലാതാക്കുന്ന ഒരു AI ആണോ ഞാൻ ബിൽഡ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബട്ട് പെർട്ടിക്കുലർലി അത് തികച്ചുമല്ല. കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സ്റ്റുഡന്റിന് ഒരു ടീച്ചർ പണ്ട് ഗുരുകുലമായിരുന്നു, ഇപ്പം പിന്നെ ഒരു ക്ലാസ് റൂമായി. ദെൻ ഇനി കമ്മിങ് ഫോർവേഡ് ഒരു സ്റ്റുഡന്റിന് മൾട്ടിപ്പിൾ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. ഇപ്പൊ എനിക്കിപ്പോ സ്റ്റാർട്ടപ്പ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജോസ്പ്രോ ഇപ്പം മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന രീതി ജോസ്പ്രോന്റെ അടുത്ത് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് മൾട്ടിപ്പിൾ ടീച്ചേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ടീച്ചേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ അവര് ബ്രില്യന്റ് ആയിട്ട് അവരുടെ പ്ലാറ്റ്ഫോമുകളിലല്ലേ. അതെ, അപ്പൊ അവർക്ക് കൂടുതലും ഞാൻ AIന്റെ അടുത്തുനിന്ന് ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള കൂടുതൽ ടെക്നോളജീസ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മെന്റർഷിപ്പ് കൂടുതലും എന്താണ് പഠിക്കേണ്ടത്, ഏത് AIന്റെ അടുത്ത് പോയി പഠിക്കണം, എന്ത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, ഗൈഡൻസ്, അങ്ങനത്തെ കാര്യങ്ങളിൽ ടീച്ചേഴ്സ് എന്താണെങ്കിലും സ്കോപ്പ് ഉണ്ട്. ഓക്കെ. പക്ഷെ അതിന്റെ അകത്ത് ഒരു ലാക്ക് ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ പണ്ട് ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന പല ജോബുകൾ, ഇന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ഉണ്ട്, ഇ-കൊമേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ലാസ്റ്റ് 20 years വന്ന പുതിയ ജോബുകളാണ്. അപ്പൊ അതിന്റെ അകത്തൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ സിമിലർലി ആണ് ഈ പറഞ്ഞ പോലെ എയുടെ ഒരു വരവും. അപ്പൊ ഇനി പുതിയ ജോബുകൾ ക്രിയേറ്റ് ആവും. പക്ഷെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ജോബുകൾക്ക് ഇതൊരു ത്രെട്ട് തന്നെയാണ്. നമ്മൾ എത്രത്തോളം ഇല്ലെന്ന് പറഞ്ഞാലും ഈ ഏജൻസി എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രോബ്ലം അല്ല അത് സോൾവ് ചെയ്ത് തരുന്നത്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡെയിലി ജോബിനെ ആയിരിക്കും ഏജന്റ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. 2030 ആവുമ്പോഴേക്കും ഇന്ന് ലോകത്ത് എത്രത്തോളം ആളുകളുണ്ടോ അത്രത്തോളം തന്നെ ഏജൻസ് വരുമെന്നാണ് ഉള്ള ഒരു കണക്കുകൂട്ടൽ. അപ്പോ നിങ്ങളുടെ കുട്ടികളെ എന്തിനു വേണ്ടി പ്രിപ്പയർ എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പൊ ഈ ഏജൻസ് എങ്ങനെയായിരിക്കും ഗിഫ്റ്റിന്റെ ഒരു ഓവർവ്യൂവില് എന്തൊക്കെ പുതിയ ജോബ്സ് ആയിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് കറന്റ് ജോബ് മാർക്കറ്റിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, നമ്മളിപ്പം കേൾക്കുന്ന ഒരു സാധനമുണ്ട്, നമ്മള് IT ഇൻഡസ്ട്രി
ത്രെട്ട് ആയിട്ട് കേൾക്കുന്ന കുറെ ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഗൂഗിൾ കുറെ പേരെ ലേ ഓഫ് ചെയ്യുന്നു, ആമസോൺ കുറെ പേരെ ലേ ഓഫ് ചെയ്യുന്നു, ഫേസ്ബുക്ക് കുറെ പേരെ ലേ ഓഫ് ചെയ്യുന്നു. ഇതിനൊക്കെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്കില്ല് ഔട്ട്ഡേറ്റഡ് ആയി AI അത് ഉപയോഗിക്കാൻ തുടങ്ങി. സ്റ്റിൽ അവിടെ ആരും പറയുന്നില്ല ടെക് ഇൻഡസ്ട്രിയിൽ ജോബുകൾ ഹ്യൂമൻസിന് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ആരും പറയുന്നില്ല. ഇത് ഡൈവേഴ്സിഫൈ ആവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ IBM, TCS അങ്ങനെയുള്ള വലിയ സർവീസ് സാസ് കമ്പനികളിലൊക്കെ കുറെ ലേ ഓഫിനും കൂടുതൽ വരും. ബട്ട് അവിടെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ AI കുറെ സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്തിരുന്നുണ്ട്. AI ഇപ്പൊ നമുക്ക് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ പ്രോബ്ലംസിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് AI ബിൽഡ് ചെയ്ത് തരും. സോ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്റ്റാർട്ടപ്സ് ആണ് വരുന്നത്. എക്സാക്ട്ലി. നമ്മൾ ഞാനൊരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി. എന്റെ സ്റ്റാർട്ടപ്പിൽ എനിക്കിപ്പോ ഒരു പുതിയൊരു എംപ്ലോയിനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കോഡിങ് മാത്രം ചെയ്യാൻ അറിയുന്ന ഒരു എംപ്ലോയിനെ ഹയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എനിക്കതല്ല വേണ്ടത്. എനിക്ക് AI ടൂൾസ് ഉപയോഗിക്കാം. ബട്ട് ഇതില് അപ്ഡേറ്റഡ് ആയിട്ട് AI എത്രത്തോളം നമ്മുടെ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. സോ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള പുതിയ ജോബ് റോൾസുകൾ വരുന്നുണ്ട്. ഇപ്പൊ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഇപ്പൊ വൈറ്റ് കോഡിംഗ് പോലുള്ള ടൂൾസ് ഉപയോഗിക്കുക. ഇതേപോലത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ അറിയുകയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്യൂച്ചറിൽ എന്താണെന്നുണ്ടെങ്കിലും ജോബ് ഉണ്ടാവും. അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ബേസിക്കലി എനിക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ അറിയാവുന്ന ഒരാളല്ല, കുറച്ചൊക്കെ ഫോട്ടോഷോപ്പ് അങ്ങനത്തെ സ്കില്ലുകളുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെ വീഡിയോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പ്രീവിയസ്ലി ചെയ്യാൻ അറിയില്ല. പക്ഷെ ഇന്ന് എനിക്കൊരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ യൂസ് ChatGPT, ഐ ക്യാൻ യൂസ് ക്യാൻവ. സോ ഇന്നത്തെ അങ്ങനത്തെ ടൂളുകൾ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഗ്രാഫിക്കും വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അത് ഇൻഡസ്ട്രി ഇതാണ്. നിങ്ങളൊരു ഇന്റീരിയർ ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസൈൻ എങ്ങനെയാണ്, ഒരു വീട് എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി അതിന്റെ സൈസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട് ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് തരും. ഇത് എല്ലാ ഇൻഡസ്ട്രിക്കും റിലവന്റ് ആണ്. അതെ, ഇപ്പൊ നമുക്കൊരു സോഫ്റ്റ്വെയർ ഒരു വെബ്സൈറ്റോ ഒരു ആപ്പോ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം കോഡിംഗ് നോളജ് ആർക്കും വേണ്ട. പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം, എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, ഇതിന്റെ കറക്റ്റ് ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഇനീഷ്യൽ സിംഗിൾ പ്രോംപ്റ്റ് തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡായി വരും. ലവബിൾ, അതേപോലെ തന്നെ ഹോറിസോൺ, ഹോസ്റ്റിംഗർ ഹോറിസോൺ ഒക്കെ നമുക്ക് വെബ് ആപ്ലിക്കേഷൻ, വെബ്സൈറ്റിനെ കുറിച്ചല്ല പറയുന്നത്, നമുക്ക് വെബ് ആപ്ലിക്കേഷൻ. റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പുതിയ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിന്റെ വൈറ്റ് കോഡിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഒരു $1 ബില്യൺ കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേക്കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിന്റെ അകത്ത് ഈ AI ടൂൾസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഒരു 10 AI ടൂൾസ് എങ്കിലും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. അത് മാത്രമല്ല നമുക്ക് ഇതേപോലുള്ള സ്കില്ലുകൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരാൻ പോകുന്ന ജോബുകളെ കുറിച്ചുള്ള അവയർനെസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമുക്കിപ്പോ ഒരു ബിസിനസ് ഒരു എടുത്തു കഴിഞ്ഞാല് ആ ബിസിനസ്സിൽ നമുക്കറിയാം ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് 2025 എൻഡിങ്ങിലൂടെ 1% $1 ബില്യൺ കമ്പനീസ് വരുന്നു. ഡെഫിനറ്റ്ലി റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഞാനിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാണ്. മൈ എയിം ഇസ് ടു ലോഞ്ച് മൈ പ്രൊഡക്റ്റ് ഇൻ 1 month. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ PPT ഉണ്ടാക്കണം, എനിക്ക് അതിന് AI ഉണ്ട്. പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യണം, റിസർച്ചിന് ChatGPT ഉണ്ട്, ഡോക്ക് ഉണ്ട്. ദെൻ പ്ലാനിങ് കഴിഞ്ഞു, റിസർച്ച് കഴിഞ്ഞു, മാർക്കറ്റ് വയലബിലിറ്റി ടെസ്റ്റ് കഴിഞ്ഞു. ദെൻ നമുക്ക് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്തു. ദെൻ അതിനെ AI വെച്ചിട്ട് ബിൽഡ് ചെയ്ത് ലോഞ്ച് ചെയ്യാൻ നേരത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് സെയിൽസിന് ഇപ്പം കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏജൻസിനെ ബിൽഡ് ചെയ്തു. ഏജൻസി സെയിൽസ് മറ്റേ ആഡ്സ് റൺ ചെയ്യുന്നു. പ്രൊഡക്റ്റ് ലോഞ്ച് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരാൻ പറഞ്ഞു. എക്സാക്ട്ലി ഇതേപോലെയാണ് ഓരോ സ്റ്റാർട്ടപ്സ് വിത്തിൻ മന്ത്സ് നമുക്കിപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ അതിലുപരി ഇതിന്റെ ഒരു സക്സസ്ഫുൾ റേറ്റ് ഉണ്ട്. നമ്മളിപ്പോ നിങ്ങളുടെ ജോബ്, നിങ്ങൾ ചെയ്യുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ടാണ് നിങ്ങളുടെ ഏത് ജോബ് ആണെങ്കിലും അത് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരുന്ന AIക്ക് ഇതിനെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ മെഷീന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോടെ ചേരുമ്പോൾ അതിന് വളരെ പവർഫുൾ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല ഓട്ടോമേഷൻ ആണ് ഇനി ഫ്യൂച്ചർ. നമ്മളിപ്പോ ചെയ്യുന്ന പല ജോബുകൾ
സ്റ്റാർട്ടപ്പുകളിൽ ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ് എന്റെ സ്റ്റാർട്ടപ്പ് ഉള്ളത്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ പല കാര്യങ്ങളും ബ്ലോഗ് റൈറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, സോഷ്യൽ മീഡിയ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീഡിയോ ക്രിയേഷൻ, ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി തന്നെ ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഈ N8N പോലുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി നമ്മുടെ വർക്ക് ഫ്ലോ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അകത്ത് ഒരു കംപ്ലീറ്റ് ഇപ്പൊ ChatGPT വെച്ച് കണ്ടന്റ് എഴുതുക, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ഫേസ്ബുക്കിൽ പോയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുക, അതിന്റെ ലീഡ് എടുക്കുക, ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതിനിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ വേണമെങ്കിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് വീഡിയോസ് എന്താ വേണ്ടതെന്നുള്ളതിന്റെ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഡെയിലി ഓരോ പ്രൊഡക്റ്റ് വീഡിയോസ് ഓട്ടോമേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്യാം, ആഡ്സ് പോവാം, യൂട്യൂബ് ഓട്ടോമേഷൻ ചെയ്യാം. ഡെയിലി ഇപ്പം VO3ന്റെ ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആണെങ്കിൽ അതിൽ തന്നെ വീഡിയോ ജനറേറ്റ് ചെയ്ത് യൂട്യൂബിൽ നമുക്ക് വീഡിയോസിനെ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാം. ഇതേപോലെയുള്ള ഓട്ടോണമസ് സിസ്റ്റംസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഇത് പാർട്ട് ഓഫ് അവർ സർവീസ്. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് അവരിപ്പോ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എംപ്ലോയി സാലറീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതേക്കൂട്ടുള്ള ഓട്ടോമേറ്റഡ് സിസ്റ്റം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് വെറി ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ലീഡ്, ബിസിനസ്, അവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യപ്പെടും. അപ്പൊ അതിനായ വലിയ ഈ സിസ്റ്റത്തിന്റെ ചെറുതായിട്ടുള്ള ഒരു കോസ്റ്റ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ടൂളുകൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് തിങ്. കാരണം ഔട്ട്ഡേറ്റഡ് ആകാതിരിക്കുക. നിങ്ങൾ ഇപ്പോഴും ബിൽഗേറ്റ്സ് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ ഇന്റർനെറ്റിൽ ഇല്ലെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഔട്ട് ഓഫ് ബിസിനസ്. നിങ്ങൾ വരുന്ന വർഷങ്ങളിൽ നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് തന്നെ ഔട്ട് ആകും. അതേപോലെ തന്നെയാണ് AI എന്നുള്ള ടെക്നോളജി, AIയും മെഷീൻ ലേണിംഗും ഓട്ടോമേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ മറ്റേ ഇലോൺ മാസ്കും മറ്റേ സാം ആൽട്ട്മാൻ ഒക്കെ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സൽ ബേസിക് ഇൻകം വാങ്ങി നമ്മൾ വെറുതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ബിൽഗേറ്റ്സ് പറഞ്ഞതിന് ഇപ്പൊ റെലവെന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ AI ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ AI ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന വേറെ ആരെങ്കിലും നമ്മൾ റീപ്ലേസ് ചെയ്യും. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൂടി എടുക്കും. റീസെന്റ് മറ്റേ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന ഒരു നെയിമാണ് ഇന്റൽ, അല്ലെ? നമ്മൾ ഇന്റൽ പവേർഡ് ബൈ എന്ന് നമ്മൾ എപ്പോഴും കാണും. നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ചിപ്പുകൾ ഇന്റലിന്റെ ആണ്. പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ചിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NVIDIA. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ AI സപ്പോർട്ട് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പ് ഇന്ന് മാർക്കറ്റിൽ മേക്ക് ചെയ്യുന്ന NVIDIA. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഇന്റൽ റീസെന്റ് അവർ പറഞ്ഞു മാർക്കറ്റിൽ അവര് ഔട്ട്ഡേറ്റഡ് ആയി, അവർക്ക് AI കോമ്പറ്റീഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. GPUs ഉണ്ടാക്കുന്ന ടൈമിൽ അവര് GPUസിലേക്ക് ഫോക്കസ് കൊടുത്തില്ല. അപ്പം അതിൽ അവർ ഔട്ടായി. അതുകൊണ്ട് തന്നെ NVIDIA പോലുള്ള കമ്പനി ഇന്ന് 4 ട്രില്യണിലാണ് 4 ട്രില്യൺ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചില കൺട്രീസിന്റെ GDP-നേക്കാളും വലുതാണ് ഇന്ന് NVIDIA എന്ന് പറഞ്ഞ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ഇനിയും വരും. ഇനിയിപ്പോ നിങ്ങൾ ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനി ലോഞ്ച് ചെയ്യാം. ഈ AI എന്ന് പറയുന്ന റീപ്ലേസ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സിംഗിൾ ജോബ് ആയിരിക്കില്ല. അത് ഫോർ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഡോക്ടറിന്റെ ജോബ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം നമ്മുടെ ഓരോ ജോബിനെ ആയിരിക്കില്ല, എൻറ്റയർ ആയിട്ട് ഒരു ഡോക്ടറിന്റെ ജോബ് ആയിരിക്കില്ല റീപ്ലേസ് ചെയ്യുന്നത്. ഒരു സർജൻ, ഇപ്പൊ ഒരു റോബോട്ടിക് സർജൻ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഒരു റോബോട്ട് ഒരു പർട്ടിക്കുലർ സർജറിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മെഷീൻസ് വരും. ഇപ്പൊ നമ്മളുടെ കിഡ്നി മാറ്റി വെക്കൽ സർജറി, അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസ് വരും. അതിന് എല്ലാവരും തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന റോബോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യം ഹ്യൂമനോയിഡ് പോലത്തെ റോബോട്ട് ക്ലീൻ ചെയ്യുന്ന രീതിയിലാണ് ആദ്യം നമ്മൾ തിങ്ക് ചെയ്തോണ്ടിരുന്നത്. ബട്ട് നമ്മൾ ഇപ്പം കണ്ടു ചെറിയൊരു ടൈനി മൂവ് ചെയ്യുന്ന ക്ലീനിങ് ഡിവൈസ് വന്നു. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റൂല ഏത് ലെവൽ, ലൈക് പെർട്ടിക്കുലർലി ഫോർ ദാറ്റ് തിങ് ആയിരിക്കും ഓരോ റോബോട്ടിക് പ്രൊഡക്ട്സ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഇതേപോലത്തെ പ്രൊഡക്ട്സ് എവിടെയൊക്കെ ആപ്ലിക്കേഷൻ വരും. അപ്പം അതിന്റെ റിസൾട്ട് പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് സ്റ്റാർട്ടപ്സ് ആണ്. അപ്പൊ ഇത്രയും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഇത്രയും പ്രോബ്ലംസ് നമുക്ക് ഇവിടെ എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ ഈ AI ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഏതാണോ, നിങ്ങളിപ്പോ ഒരു ഇന്റീരിയർ ഡിസൈനർ ആയിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ ആയിക്കോട്ടെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് ഈ AI യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് മണി. അതെ.
അപ്പൊ അത് എല്ലാവരും അറിഞ്ഞിരിക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഐനെ ഇഗ്നോർ ചെയ്യരുത്. സോ സ്റ്റാർട്ട് ലേണിംഗ് എഐ ഏജന്റ്സ് അല്ലെങ്കിൽ എഐ ടൂളുകൾ. നിങ്ങൾ അതിന് ഉള്ള എക്സ്പെൻസ് ഉണ്ടാവും. കാരണം ഇന്ത്യക്കാരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ട സാധനത്തിന് അത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നോക്കും. പക്ഷെ നിങ്ങൾ ഒരു $5-10 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്യാനുള്ള പവർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക. ഇത് ട്രൈ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പം ഇതേപോലെ പുതിയ സ്റ്റാർട്ടപ്സ് തുടങ്ങാനായിട്ടൊക്കെ ഇപ്പൊ AI എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നത് ലൈക്ക് വൈഡ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി നിങ്ങളുടെ സ്റ്റാർട്ടപ്പില് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും പഠിക്കാന്, അല്ലാന്നുണ്ടെങ്കിൽ ടൂൾസ് അറിഞ്ഞിരിക്കുക, ഒരു ജോബ് ചെയ്യുക, പാർട്ട് ടൈം ആയിട്ട് ഒരു ജോബ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ഒരു പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്ത് സിംപ്ലി 5 ഡേയ്സിൽ ഓരോ വെബ്സൈറ്റ് ഉണ്ടാക്കി പോർട്ട്ഫോളിയോ ഗിറ്റബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുക, ലിങ്കിൽ പോസ്റ്റ് ചെയ്യുക. സോ ഇതേപോലെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക, സ്റ്റാർട്ടപ്സ് പ്രോബ്ലംസ് ഫൈൻഡ് ചെയ്ത് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇപ്പം മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഡെഫിനറ്റ്ലി. അപ്പൊ നിങ്ങൾ കുട്ടികളാണെങ്കിലും എഡ്യൂക്കേഷൻ ഇനിയിപ്പോ 2-3 വർഷം കഴിഞ്ഞിട്ട് എന്തൊക്കെ ടെക്നോളജിയാണ് വരുന്നതെന്ന് അറിയില്ല. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ പഠിച്ച ജോലി ഉണ്ടാവില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ ഗിഫ്റ്റിനൊക്കെ ചെയ്ത പോലെ തന്നെ എയിൽ എന്താണ് നടക്കുന്നത്, എയിലുള്ള എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങളും ചെയ്യാം. ഹാക്കത്തോണിൽ പങ്കെടുക്കുക. റീസെന്റ് ഒരു ഹാക്കത്തോൺ വിൻ ചെയ്തല്ലേ? സ്പെറിഡിയൻ ടെക്നോളജീസിന്റെ 1AI എന്ന് പറഞ്ഞ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. അതില് ഓൾ കേരള എവരിവൺ ഫ്രം കേരള ഉണ്ടായിരുന്നു സെലക്ടഡ് ആയിട്ട് സ്റ്റാർട്ടപ്സ്. ഓക്കെ. ആൻഡ് പ്രൗഡ്ലി ഐ ക്യാൻ സേ എന്റെ ഫ്രണ്ട് അമൽ ഷേഹു എന്ന് പറഞ്ഞിട്ട് ഉള്ള ആളാണ് അതിന്റെ ഫസ്റ്റ് പ്രൈസ് അവർക്ക്. ഓക്കെ. അപ്പൊ അവരും ഒരു AI സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ദേ ഓൾസോ ബിൽഡിംഗ് എ മെഡിക്കൽ റിലേറ്റഡ് ഡയഗ്നൈസിംഗ് സിസ്റ്റം. അപ്പോ വരുന്ന പോഡ്കാസ്റ്റില് അമലിനെയും കൂടെ നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. അപ്പൊ ഇതേപോലെ കേരളത്തിൽ ഒരുപാട് AI സ്റ്റാർട്ടപ്പുകൾ വരട്ടെ. എന്നും നമ്മുടെ കേരളവും ഈ പറഞ്ഞ വേൾഡ് മാർക്കറ്റിലേക്ക് കോമ്പറ്റീറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ കുട്ടികളെയും ബിൽഡ് ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ AI അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എപ്പോഴും. അതേപോലെ തന്നെ ഇപ്പൊ ഫാമിംഗ് ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഫാമിംഗ് പോലെ അങ്ങനെ ജനറിക് ആയിട്ടുള്ള ഇതിന്റെ അകത്ത് കുട്ടികൾ ആരും ടെക്നോളജീസ് യൂസ് ചെയ്യാറില്ല. അപ്പൊ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാൻ ടെക്നോളജി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഗിഫ്റ്റിനെ പോലെ ബാക്കിയുള്ളവരും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു ഫോർ ജോയിനിങ് ടു എന്തും പറയാം. അപ്പോ